തിരുവനന്തപുരം ശംഖുമുഖത്തെ ചരിത്രപ്രസിദ്ധമായ ആറാട്ട് മണ്ഡപം സംരക്ഷിക്കാൻ സർക്കാർ ഒരുങ്ങുമ്പോൾ കടലാക്രമണ ഭീഷണിയിൽ വലഞ്ഞ മത്സ്യത്തൊഴിലാളികൾ മറ്റൊരു ഭീതിയിലാണ്. ആറാട്ട് മണ്ഡപത്തിനടുത്ത് പുലിമുട്ട് കെട്ടുന്നതോടെ അടുത്തുള്ള തുറകൾ പൂർണ്ണമായി കടലെടുത്തു പോകുമെന്നാണ് ആശങ്ക. മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ വകവയ്ക്കാതെ ടെൻഡർ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് സർക്കാർ. അപ്പോൾ എന്തിനാ ഒന്ന് സംരക്ഷിക്കുന്നതിന് വേണ്ടി മറ്റു ആളുകളെ കൂടെ ഇല്ലാതെയാക്കുന്ന, മത്സ്യത്തൊഴിലാളികളെ ഇല്ലാതെയാക്കുന്ന ഇത്തരം നയങ്ങൾ നടപ്പിലാക്കരുതെന്നാണ് ഞങ്ങൾ പറയുന്നത്. ആറാട്ട് മണ്ഡപം സംരക്ഷിക്കാൻ സർക്കാർ ഒരുങ്ങുമ്പോൾ ദുരിതങ്ങൾക്കൊപ്പം തലമുറകൾ ജീവിച്ച സംസ്കാരവും മത്സ്യത്തൊഴിലാളികൾക്ക് മുന്നിൽ ചോദ്യചിഹ്നമാകുകയാണ്. കൽമണ്ഡപം സംരക്ഷിച്ചാൽ അടുത്ത കണ്ണാന്തുറയും വെട്ടുകാടും കൊച്ചുവളിയും ആ ഗ്രാമങ്ങളെല്ലാം പോകാൻ പോവുകയാണ് ചെയ്യുന്നത്. ഞങ്ങളുടെ സംസ്കാരം പോയിരിക്കുന്നു. നേരത്തെ ഞങ്ങൾ എന്താ ചെയ്യുന്നത്? തീരുണ്ടായിരുന്നപ്പോൾ ഞങ്ങൾ വൈകുന്നേരം അവിടെ ഇരുന്ന് കലാകായിക വിനോദങ്ങളിൽ ഏർപ്പെടുകയും അതുപോലെ തന്നെ കൂട്ടമായ ചർച്ചകൾ നടക്കുന്നു. ദുരിതങ്ങളിൽ നിന്ന് ദുരിതങ്ങളിലേക്കാണ് ദീർഘവീക്ഷണമില്ലാത്ത പദ്ധതികൾ മത്സ്യത്തൊഴിലാളികളെ കൊണ്ടെത്തിക്കുന്നത്. ഒരു ഭാഗത്തു മാത്രം പുലിമുട്ട് കെട്ടുന്നതോടെ മറ്റു ഭാഗങ്ങളിലേക്ക് മർദ്ദം കൂടി കര കടലെടുത്തു പോകുമെന്ന അവസ്ഥ. മൊത്തത്തിൽ ശംഖുവം മാത്രം കവർ ചെയ്ത് കഴിഞ്ഞിരുന്ന എങ്ങനെയാണ്? ഏർക്കനെ ഇവിടെ എല്ലാം വെള്ളം ഇവിടെ അടിച്ച് കയറിക്കൊണ്ടിരിക്കുന്നു. ഇനി ആ 10 പുലിമുട്ടും കൂടെ കഴിഞ്ഞ് അവിടെ കയറി തള്ളി പോകുമ്പോൾ എല്ലാം കൊണ്ടിങ്ങ് ഒതുക്കും. എല്ലായിടങ്ങളിലും പുലിമുട്ട് കെട്ടിയാൽ മത്സ്യത്തൊഴിലാളികൾക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. തീരത്തെയും മത്സ്യത്തൊഴിലാളികളെയും സംരക്ഷിക്കുന്ന തരത്തിലുള്ള പഠനവും പദ്ധതികളും വേണമെന്നാണ് അവരുടെ ആവശ്യം. തങ്ങളുടെ മീൻ പിടിച്ച് ഉപജീവനം നടത്തുന്ന അവരുടെ വിഷയങ്ങൾ കൂടെ കേൾക്കുവാൻ വിദഗ്ധ സമിതി തയ്യാറാകണം. പല പ്രശ്ന പരിഹാരങ്ങളും മറ്റ് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ്. മത്സ്യത്തൊഴിലാളികൾക്കായി സർക്കാർ പണിതു നൽകിയ ഫ്ളാറ്റുകൾ ജീവിതത്തെ ആകെ മൊത്തം താളം തെറ്റിക്കുന്നതാണ്. മീൻപിടുത്തക്കാരെ പുതിയ കോളനി ിലേക്ക് കൊണ്ടുപോകുന്നത് പോലെയാണ് കൊണ്ടുപോകുന്നത്. ഞങ്ങൾക്ക് ഫ്ലാറ്റ് വേണ്ട, നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ഒരു സുരക്ഷിതമായിട്ട് ഞങ്ങൾക്ക് ഒരു ഇത് ഇവിടെ ചെയ്തു തന്നാൽ മാത്രം മതിയാണ്. കടലിൽ ഞങ്ങൾ ഇവിടെ നിന്ന് എവിടത്തും പോണതുമില്ല. തീരദേശത്തെ പ്രശ്നങ്ങളിൽ മത്സ്യത്തൊഴിലാളികളെ മാറ്റി നിർത്തി ദീർഘവീക്ഷണമില്ലാതെ പദ്ധതി കൊണ്ടുവരുന്നതോടെ എങ്ങുമെത്താതെ പ്രശ്നങ്ങൾ അതേപടി അവശേഷിക്കുന്നു. കടൽ പോലെ സങ്കീർണമാണ് മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം. ശരിയായ പഠനവും പദ്ധതികളും കൊണ്ട് മാത്രമേ ദീർഘകാലമായി അവരനുഭവിക്കുന്ന ദുരിതത്തിൽ നിന്ന് അവരെ കരകയറ്റാനാവൂ. ക്യാമറ പേഴ്സൺ സാദിഖ് പാറയ്ക്കലിനൊപ്പം സനിസ ശോഭ ചന്ദ്രൻ, മീഡിയ 1, തിരുവനന്തപുരം.